പ്രശ്നങ്ങളൊക്കെ ചുങ്കത്ത് വെച്ചും അതുപോലെ തന്നെ ഇവിടെയും ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ. അതുപോലെ കടന്നോളും. അവിടെയാണെങ്കിലും പിള്ളേർ തന്നെ കടന്നോളും, റൂമിൽ തന്നെ കടന്നോളും. അന്നേരം പറഞ്ഞു പാമ്പം കണ്ട് നടന്നു കയറി. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ കേൾക്കാൻ പോകുന്നത് 2 ഓഡിയോ ക്ലിപ്പുകളാണ്. അതിൽ ആദ്യത്തെ ഓഡിയോ ക്ലിപ്പിൽ ഷൈനി തൻ്റെ കുട്ടികളെ നിർത്താൻ ഒരു ഹോസ്റ്റൽ അന്വേഷിക്കുന്നതും അവരതിൽ ഒത്തിരി പ്രയാസപ്പെട്ട് ഒരു ഹോസ്റ്റൽ കണ്ടെത്തുന്നതുമാണ്. എന്നിട്ട് അവർ മുംബൈയിലേക്ക് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ പോകുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇതിൽ നമുക്ക് വ്യക്തമാകുന്നത് ഷൈനി ഒത്തിരി തന്നെ മാനസിക സമ്മർദ്ദത്തിൽ കൂടെ കടന്നുപോയി. കാരണം തൻ്റെ മക്കൾക്ക് സ്വന്തം വീട്ടിൽ ഒരു സമാധാനമില്ലാത്ത ജീവിതമാണെന്നും നമുക്ക് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ വ്യക്തമാകും. ഇനി രണ്ടാമത്തെ ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് ഷൈനിയുടെ കൂട്ടുകാരിയായ ജെസ്സി പറയുന്നതാണ്. അതായത് ഷൈനിയുടെ മക്കൾ സ്വന്തം വീട്ടിൽ സന്തോഷവതികളല്ലായിരുന്നു എന്നും ആവശ്യമില്ലാത്ത സ്ട്രിക്ട്നെസ് കുട്ടികളുടെ മേത്ത് കൊണ്ടുവരികയും അല്ലെങ്കിൽ നമ്മൾക്കത് ഇങ്ങനെയും പറയാം, സ്വന്തം കൊച്ചുമക്കളെ നികൃഷ്ടമായി കണ്ടിരുന്നു എന്നും വ്യക്തമാക്കുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് ഷൈനിയുടെ കൂട്ടുകാരിയായ ജെസ്സി നമ്മളോട് പങ്കുവെക്കുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഷൈനി വളരെയധികം മാനസിക സമ്മർദ്ദത്തിൽ കൂടി കടന്നുപോയ എന്നും നിലനിൽപ്പിനായി ഷൈനി അവസാനം വരെ പോരാടുകയും ചെയ്തു. അത് മാത്രമല്ല സമൂഹവും സഭയും 2 കുടുംബക്കാരും ചേർന്ന് 3 ജീവനുകളെ ഇല്ലാതാക്കിയത് എന്ന് നമുക്ക് വ്യക്തമായി ഇതിൽ നിന്നും മനസ്സിലാകും. കാരണം ഇവർ സഹായം അഭ്യർത്ഥിച്ച് ചെന്ന എല്ലാവരും തന്നെ പിന്തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു അവരെ മുന്നിൽ. അതുകൊണ്ട് സിസ്റ്റർ എങ്ങനെയെങ്കിലും എനിക്ക് അല്ലെങ്കിൽ ഇവിടെ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും അറിയാവുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ എനിക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റും. പിന്നെ SFSന്റെ കാര്യം ചോദിച്ചു. അന്നേരം അവിടെ ഹോസ്റ്റലിൽ അതിരമ്പഴയിലാണ് കണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ അച്ഛനെ വിളിച്ച് ചോദിച്ചു. അന്നേരം അച്ഛൻ പിന്നെ നമ്പർ കൊടുത്തു. അന്നേരം അവിടെ SFSലെ പിള്ളേരും പിന്നെ വേറെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരെ മാത്രം എടുക്കും, അല്ലാതെ പുറത്തുനിന്ന് പിള്ളേരെ എടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ അപ്പുറം എങ്ങാണ്ടൊരു വേറെ ഹോസ്റ്റലുണ്ടത് വലിയവരുടെ എങ്ങാണ്ടാന്ന്. നേരത്തേക്ക് പിള്ളേരെ അങ്ങനെ നിർത്താൻ പറ്റിയല്ല. അത് ഒരാളെങ്ങാണ്ട് ഒരു റൂമിൽ 4 പേരെ മറ്റും കണ്ട. അന്നേരം പിള്ളേരാകുമ്പോൾ നിർത്താൻ പറ്റില്ല. 6 കഴിയുമ്പോഴത്തേന് പിള്ളേരാന്ന് പറഞ്ഞപ്പം അങ്ങനെ പിള്ളേരെ നിന്നോടെന്നൊക്കെ പറഞ്ഞുതരാം. അത് പറ്റിയെന്ന് പറഞ്ഞു. പിന്നെ SFSലെ പിള്ളേർക്ക് അവിടെ ഉള്ള ഹോസ്റ്റലിലെ പിള്ളേർക്ക് ഇവിടുന്ന് സ്കൂളിൽ നിന്ന് ഫുഡ് കൊണ്ട് കൊടുക്കുന്നെന്നും പറഞ്ഞു. അന്നേരം അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ അത് വഴിയടഞ്ഞു. പിന്നെ ലാസ്റ്റ് സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ സിസ്റ്റർ പിന്നെ പറഞ്ഞതിനോട് ചോദിച്ചത് അത് ആ ഒരു റൂമേ ഉള്ളൂ, അത് പൊളിക്കാതിട്ടായിരുന്നു. പക്ഷേ പിള്ളേർ തന്നെ കിടക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല, കുഴപ്പമില്ല, കടന്നോളും. അവിടെയാണെങ്കിലും പിള്ളേർ തന്നെ കടന്നോളും, റൂമിൽ തന്നെ കടന്നോളും. അന്നേരം പറഞ്ഞു പാമ്പം കണ്ട് നടന്നു കയറി. ഞാൻ അതൊക്കെ പോയില്ല സിസ്റ്റർ, ഇത്തിരി നാളായില്ല, ഇനിയിപ്പോൾ പാമ്പൊന്നും അവിടെ കാണുമെന്നില്ല, അതൊക്കെ ഇറങ്ങിപ്പോയി കാണും, അല്ലാതെ അതിന് കുഴപ്പമൊന്നുമില്ല. അന്നേരം പിള്ളേർ തന്നെ കിടക്കുക, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കിടക്കേണ്ട വരും. ഞാൻ പറഞ്ഞില്ല സിസ്റ്റർ കുഴപ്പമില്ല, പിള്ളേരുടെ കടന്നോളെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു പിള്ളേർ ഫുഡ് ഞങ്ങൾ കഴിക്കുന്ന ഫുഡൊക്കെ ആയിരിക്കും, ഞങ്ങൾ അത് കുഴപ്പമൊന്നുമില്ല, പിള്ളേർ കഴിച്ചുകൂടെ കഞ്ഞിയൊക്കെയാണ്. ഞാൻ പറഞ്ഞു സിസ്റ്റർ ഞങ്ങളും പിള്ളേർ ഉണ്ടായപ്പോൾ അവിടെ കഞ്ഞിയായിരുന്നു, ഇവിടെയും കഞ്ഞിയാണ് രാത്രിയിൽ, അവിടെയും ഞങ്ങൾ കഞ്ഞി, അത് കുഴപ്പമൊന്നുമില്ല, പിള്ളേർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കറി വേണമെന്ന് കഞ്ഞി വേണമെന്ന്. ഞാൻ പിന്നെ ഇടയതാണോ ഒന്നും തന്നെയല്ല, അതാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പൂച്ച ഇച്ചിരി കഞ്ഞിയും ഇച്ചിരി കറിയാണ് എന്തെങ്കിലും ഒരു ചിരി അതോ തിന്നുപോയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല സിസ്റ്റർ, അതൊക്കെ ഞങ്ങൾ അടിച്ചായിക്കോളാം, എങ്ങനെയെങ്കിലും എനിക്ക് ഒരു ഇതുണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞ. അന്നേരം പറഞ്ഞ സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ജെസ്സിക്ക് പറഞ്ഞു എഴുന്നേറ്റോ. പിന്നെ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് 3:15. അവിടെ ഞാൻ SH പോയി ചോദിച്ചു. അവിടെ പോയിട്ടങ്ങ് ഒരു രക്ഷയില്ല, അവർ അടുക്കില്ല. അവർ പറഞ്ഞു പിന്നെ വലിയ പിള്ളേരെയാണ്, ചെറിയ പിള്ളേരെ നടത്തിയല്ല, അങ്ങനെ എങ്ങനെയാ പിള്ളേരെ നോക്കണ്ടേ, അപ്പനുമില്ല അമ്മയില്ല, നമ്മളങ്ങനെ നിൽക്കുമ്പോഴേ പിള്ളേരെ ഒത്തിരി കെയർഫുള്ളായിട്ട് നോക്കണം, നടക്കില്ല, ഇവിടെ നമുക്ക് വേക്കൻസി ഇല്ല, അങ്ങനെ നമ്മളെടുക്കുകയില്ല, റൂമില്ലെന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഒരവസ്ഥ. എങ്കിലും പുള്ളിക്കാരെ കുറെ വർത്താനം പറഞ്ഞു, കുറെ നേരം അവിടെ ഇന്ന് കുറെ കരഞ്ഞും പറിച്ചൊക്കെ നോക്കിയിട്ട് പുള്ളിക്കാരെ ഇല്ലാഞ്ഞിട്ട് നമ്മളെ കൊണ്ട് അവിടെ നിർത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കുറെ കഴിഞ്ഞ് കുറെ നേരം അങ്ങനെ ലാസ്റ്റ് പിന്നെ എന്നാ ഒന്നുകൂടി പോയി സിസ്റ്ററിനെ ഒന്ന് പോയി കാണട്ടെന്ന് പറഞ്ഞു. പിന്നെ ഹോൾ ക്രോസിൽ പോയി അവിടെ പോയി സിസ്റ്ററിനോട് കുറെ വർത്താനം പറഞ്ഞു. സിസ്റ്റർ എങ്ങനെയെങ്കിലും എനിക്ക് അത്രേ പറ്റുള്ളൂ, എനിക്ക് വേറെ ഇപ്പം നിർവാഹമില്ല, അതപ്പം എനിക്ക് അല്ലെങ്കിൽ പിന്നെ സ്കൂൾ മാറ്റേണ്ടി വരും, പിന്നെ ഇന്ന് ഞാൻ രാവിലെ അപ്പനമ്മയോട് ഇങ്ങനെ പറഞ്ഞു, പിന്നെ പറയാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെ നോക്കാം. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഷൈനിയുടെ കൂട്ടുകാരി ജെസ്സിയുടെ വോയിസ് ക്ലിപ്പാണ്. ഷൈനിയും റോസംസ്റ്റിക്ക കെയർ ഹോമിൽ നിന്ന് തുടങ്ങിയ പരിചയമാണ്.
ഷൈനി നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എല്ലാവരുമായിട്ട് നന്നായി മിങ്കിൾ ചെയ്ത് പോവുകയും അതുപോലെ തന്നെ പേഷ്യൻസിനോടായിട്ടും നല്ല കെയർ ഒക്കെ കൊടുക്കുകയും ചെയ്യുന്ന നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും കുട്ടികളെയും ആ വഴിയെ തന്നെ ഫോളോ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ റോസംസി കേക്കർ ഹോമിൽ നിന്ന് അവർക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടതായിട്ട് വന്നു. കാരണം അവിടെ ഒരു ഡ്രെയിനേജ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവളുടെ ഫാദർ അതിനെതിരെ കംപ്ലൈന്റ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് അവർക്ക് അവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടതുമായിട്ട് വന്നു. അവൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷം അവള് പല സ്ഥലങ്ങളിലും ജോലിക്കായി അന്വേഷിക്കുകയും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ അവള് എൻക്ലക്സ് ആറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അവർക്ക് എങ്ങും തന്നെ ജോലി ശരിയായി കിട്ടിയില്ല. അപ്പം എൻക്ലക്സ് ആറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതിനാൽ ഇനി ആ വഴിയെ ഞാൻ പോവുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം വീട്ടിലും അതുപോലെ തന്നെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ചുങ്കത്ത് വെച്ചും അതുപോലെ തന്നെ ഇവിടെയും ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ. അതുപോലെ കുട്ടികളോട് ഇവിടുത്തെ ഗ്രാൻഡ് പേരൻസ് ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത്. അത് അവർക്ക് അതുപോലെ കുട്ടികൾക്ക് ഒരുപോലെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റി നിർത്തണം, അവർക്ക് എവിടെയെങ്കിലും ജോലിക്കായിട്ട് പോകണമെന്ന് എന്നോട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേന് കുറച്ച് ദിവസം മുമ്പ് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു കുട്ടികളെ നെക്സ്റ്റ് ഇയറിലേക്കെങ്കിലും അവിടെ ഹോസ്റ്റലിലേക്ക് മാറ്റണം, ഞാൻ എവിടെയെങ്കിലും ദൂരെ ജോലിക്കായിട്ട് പോവുകയാണെന്നും എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ ഈ അടുത്ത നാളുകളിൽ പാദ്രയിൽ അവൾക്ക് ജോലി ശരിയായെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് അവള് കുട്ടികളെ ഹോസ്റ്റലിലേക്ക് മാറ്റണം, അത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് എന്നോട് സംസാരിച്ചിരുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ ആ കുട്ടികൾ പഠിക്കുന്നത് ഇവിടെ ഹോളിക്രോസ് സ്കൂളിലാണ്. അപ്പൊ ആ ഹോളിക്രോസിൽ നേരത്തെ തന്നെ ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. ഇപ്പം കുട്ടികൾ ഇപ്പൊ ഈ അതിന്റെ റിപ്പയറിംഗിന്റെ ഭാഗമായിട്ട് ആ ഹോസ്റ്റൽ അടച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഷൈനിയോട് പറഞ്ഞു, ഷൈനി ഇവിടെ വന്ന് പ്രിൻസിപ്പലുമായിട്ടൊന്ന് സംസാരിച്ച് നോക്ക്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഷൈനി ഇവിടെ വരികയും അതുപോലെ തന്നെ പ്രിൻസിപ്പലുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഷൈനിയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കണ്ട് പ്രിൻസിപ്പൾ പറഞ്ഞു ഓക്കെ ഞാൻ ഹോസ്റ്റൽ കുട്ടികൾക്കായിട്ട് അലവ് ചെയ്യാമെന്നും പറഞ്ഞ് ഹോസ്റ്റൽ അവർക്ക് സാങ്ഷൻ നൽകുകയും ചെയ്തു. ഷൈനി എപ്പോഴും എന്നോട് പറഞ്ഞത് ബാദ്രയില് അവിടെ അടുത്തൊരു ബാദ്രയിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയും അതിനടുത്തുള്ള ആ ഒരു സെന്റർ ഉണ്ട്, അവിടെ എൻക്ലക്സ് ആറിന് അപ്പിയർ ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. വളരെ സന്തോഷകരമായിട്ടാണ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞത്. നോക്കി ഹോസ്റ്റല് കിട്ടിയതിന് ശേഷം അവൾ എനിക്ക് മെസ്സേജ് ഇടുകയും ചെയ്തിരുന്നു. അപ്പം അതിനുശേഷം വീട്ടിൽ ചെന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പിന്നീട് ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം ഞാനിവിടെ അന്ന് നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സമയമായിരുന്നു. പിറ്റേ ദിവസം ഞാനിവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് റോസാംസിക്കെന്ന് തന്നെയാണ് എനിക്ക് ഫോൺ കോൾ വന്നത്, ഇതുപോലെ ഷൈനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത്. അത് വളരെ ഞെട്ടലോടുകൂടിയാണ് ഞാൻ ആ വാർത്ത എനിക്ക് കേൾക്കാനായി സാധിച്ചത്.